പമീലയുടെ ആരാ? അത് ബോയ് ഫ്രണ്ടാ? അതെ, പമീലയുടെ അല്ല. പിന്നെ ഉം. ഉം. ആ. എന്താ അത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും കെട്ടി തൂച്ചത്ത? നീ ഇതല്ല ഇതിന്റെ അപ്പുറം വരെ ചെയ്യുന്ന എനിക്കറിയാൻ പോണേ. ചെല്ല്, പമീല വിളിച്ചോണ്ട് വാ. മതിയേടി ഒരുങ്ങിയത്. എന്റെ ബോയ് ഫ്രണ്ട് താഴെ കാത്തിരിക്കുന്നു. രഞ്ജി, ചേട്ടൻ അന്വേഷിച്ചു വന്ന ആളെത്തി. ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ? നിങ്ങളങ്ങനെ പോണൊന്നുമില്ല. കുഞ്ഞ് ഈ പിശാചുക്കളുടെ കൂടെ എങ്ങനെ കഴിയണേ? ഇതെന്തു പറ്റി കുഞ്ഞ്? ആള് പാതിയായല്ലോ. സ്ലിമ്മാവാൻ പഷ്ണി എടുക്ക. മമ്മി തന്നയച്ചതാ. ഇത് കുറച്ച് ഉണക്കമീൻ, ഇത് ചെമ്മീൻ അച്ചാറ്, ഇത് കുറച്ച് അച്ചപ്പം. മമ്മി തന്നെ ഉണ്ടാക്കി തന്നയച്ചതാ. കുഞ്ഞെന്താ വീട്ടിലേക്ക് വരാത്തത്? ക്രിസ്മസിനും വന്നില്ല, ഈസ്റ്ററിനും വന്നില്ല. ആരെ തോൽപ്പിക്കാനാ? മമ്മിയെയും ഡാഡിയെയും. കുഞ്ഞിന്റെ കാര്യത്തിൽ അവർക്ക് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. കുഞ്ഞിന് ഇഷ്ടമുള്ള ഒരാളെ സ്നേഹിച്ചു. തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രേമമാകുമ്പോ തന്തയും തള്ളിയും ഒക്കെ എതിർക്കും. ബുദ്ധിയുള്ള പെൺകുട്ടികളാകുമ്പോ കൈയും കാലും പിടിച്ച് കാര്യം നടത്തും. പിന്നെ വേറൊരു കാര്യം, കുഞ്ഞിന്റെ ജോലിയുടെ പേരെന്താന്നാ? മോഡലിംഗ്. മോഡലിംഗ്. ഇന്നാള് കുഞ്ഞിന്റെ ഒരു പടം അടിച്ചു വന്ന പുസ്തകം വെച്ചുകൊണ്ട് മമ്മി ഇരുന്ന് ഒരേ കരച്ചിലായിരുന്നു. എന്തിനാ കുഞ്ഞ്, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇനിയൊക്കെ കുഞ്ഞിന്റെ ഇഷ്ടം. നേരം കുറെയായി, ഞാൻ പോണു. അവിടെ ചെല്ലുമ്പോ മമ്മിയും ഡാഡിയും ചോദിക്കും കുഞ്ഞെന്നാ വരികയെന്ന്. ഞാൻ എന്തു പറയണം? ഞാൻ വരാം. ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞ ടേംസിലാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഓൺ ദ കണ്ടീഷൻ ദാറ്റ് യു ഷുഡ് പേ മീ 10,000 in advance. Pamela, to your left. Give me a body profile. Lift your hand. That's nice. Okay. Ready. That's very good. Okay. Okay. That's all for the day. Get rest. പബ്ലിസിറ്റി മെറ്റീരിയൽസ് എന്നത്തേക്ക് കൊടുക്കാൻ കഴിയും രഞ്ജി? അവർക്ക് തിങ്കളാഴ്ച തന്നെ വേണമെന്ന്. ഉത്സവ സീസൺ അല്ലേ? ഓൾ കേരള കവറേജിനാണ്. ബീച്ച് വെച്ചുള്ള ട്രാൻസ്പാരൻസി കൂടി എടുത്താൽ നമുക്ക് എല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പൊ തിങ്കളാഴ്ച തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞേക്കട്ടെ? കൊടുക്കാം സർ. സിക്കന്ദർ സിൽക്ക് മിൽസുകാരുടെ സജഷൻസ് അനുസരിച്ച് എല്ലാ മെയ് 1st വീക്കിന് ശരിയാക്കി വെക്കാമെന്ന് ആ കമ്പനിയുടെ അഡ്വർടൈസിംഗ് മാനേജറെ അറിയിച്ചാലോ? അത് വേണ്ട സർ, ഒരു 10 ദിവസം കൂടി പറഞ്ഞേക്കണം. എത്രയും വേഗം തീരുന്നോ അത്രയും നേരത്തെ സാധനം കൊടുക്കാമല്ലോ. ദാറ്റ്സ് ഓൾ റൈറ്റ്. എന്നാ രഞ്ജു വയ്ക്കുള്ളൂ. പ്രസാദ് സാർ പറയാറുള്ളതിന്റെ മീനിങ് രഞ്ജിക്ക് മനസ്സിലായോ? എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ആ മുക്കലും മൂളലും എനിക്കറിഞ്ഞൂടെ?
നമ്മൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ആകെ ഒരു ചമ്മല. അതെന്താ? എന്തോ എനിക്കറിഞ്ഞൂടാ. മുജന്മ ബന്ധമായിരിക്കും. പിന്നെ ബീച്ചിൽ വെച്ച് കുറച്ച് ട്രാൻസ്പാരൻസി കൂടി എക്സ്പോസ് ചെയ്യണം. അത് നാളെ തന്നെ വേണം. അപ്പൊ നാളത്തെ കരാട്ടെ ക്ലാസ് മുടങ്ങിയത് തന്നെ. ഒരു ദിവസം പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ലെന്നേ. പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തിട്ട് ആരുടെയും മേക്കിട്ട് കയറിയേക്കരുത് കേട്ടോ. കൊലക്കുറ്റത്തിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഇല്ലേ? നീ വന്നേ. എന്താ ഇവിടെ? ആരോ സ്വർണ്ണക്കടയിൽ കയറി കൊള്ളയടിച്ചു. അവരായിരിക്കും നമ്മുടെ വണ്ടിയിൽ മുട്ടിച്ചിട്ട് സ്പീഡിൽ ഓടിച്ചു പോയത്. ആ, ബോംബെയിലോ? എന്നിട്ട് ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചതാ. സാറ് പറഞ്ഞു ഞാൻ തന്നെ പോണോന്ന്. ആ അറ്റ്ലാന്റിക്കിന് വേണ്ടി നമ്മൾ കുറച്ച് വർക്ക് ചെയ്തില്ലേ, അവരുടെ ബില്ലൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല. റിമൈൻഡറൊക്കെ ഒരുപാട് അയച്ചു. ഒരു മറുപടിയില്ല. രഞ്ജി എപ്പോഴാ പോകുന്നത്? നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ. ജസ്റ്റ് ഫോർ 2 days. 2 ദിവസോ? എങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവും. ആഹാ, ആള് കൊള്ളാലോ. ഒരു കൊല്ലമായി വീട്ടിൽ പോവാത്ത പാർട്ടിയാ. എന്തു പറ്റി പെട്ടെന്നൊരു മനമാറ്റം? ഒരു കാര്യം ചെയ്, നാളെ സൺഡേ അല്ലേ, വൈകിട്ട് ബീച്ചിൽ വാ. അവിടെ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. രഞ്ജി, നമ്മൾ പറവകളായിരുന്നെങ്കിൽ അങ്ങ് അനന്തതയിലേക്ക് പറന്നകലാമായിരുന്നു. ആകാശത്തിലെ ചെരുവിൽ നമ്മൾ രണ്ടാളും മാത്രം. വരൂ.